ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. അരുൺ രാജ് കൊല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ പറയൂ, വാദങ്ങളെല്ലാം പൂർത്തിയായോ? നാളെ വിധി പ്രതീക്ഷിക്കാമോ? ഇന്ന് ഉച്ചയോടെ തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായതാണ്. സ്വാഭാവികമായ ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ലഭിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത ദ്വാരപാലക കേസിൽ സ്വർണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ജാമ്യാപേക്ഷ കോടതിക്ക് മുമ്പാകെ എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം, ഇതുമായി ബന്ധപ്പെട്ട് 90 ദിവസം കഴിഞ്ഞിട്ടും SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായതിന് പിന്നാലെയാണ് കോടതി ഇപ്പോൾ വിധി പറയാനായി ഈ ഹർജിയിൽ വിധി പറയാനായി ഇപ്പോൾ നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. SITക്ക് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം SIT വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എല്ലാ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം തന്ത്രി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതുകൂടി പൂർത്തിയായ ശേഷം മാത്രമേ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ SIT ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കൂടി പരിഗണിച്ച് എല്ലാ പോയിന്റുകളും കോടതി പരിശോധിച്ച ശേഷമാണ് തുടർ നടപടികൾക്കായി ഇപ്പോൾ കോടതി വിധി പറയാനായി ഇപ്പോൾ അരുൺ, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികൾക്കാർക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നാളെ ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ആദ്യത്തെ സംഭവമായിരിക്കും. പക്ഷേ ഈ കട്ടളപ്പാളി കേസെല്ലാം നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ? എന്താണ് സാഹചര്യം? ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെയാണ്. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ കട്ടളപ്പാളി കേസിൽ കൂടി ഇദ്ദേഹം പ്രതിയാണല്ലോ. അതുകൊണ്ട് തന്നെ നാളെ ജാമ്യം ലഭിച്ചാൽ പോലും പുറത്തിറങ്ങുക അസാധ്യമല്ലേ? തീർച്ചയായും ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ കട്ടളപ്പാളി കേസിൽ റിമാൻഡിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തുടർന്നും ജയിലിൽ തന്നെ തുടരേണ്ടി വരും. കോടതി ഇന്ന് പ്രധാനമായും ഈ കേസിൽ പരിഗണിച്ചപ്പോൾ 2 ദിവസമായി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കുകയായിരുന്നു. കോടതിക്ക് മുമ്പാകെ എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യം സ്വാഭാവികമായ നീതി അത് തനിക്ക് വേണം. കാരണം സുപ്രീം കോടതിയുടെ തന്നെ ഡയറക്ഷൻ ഉള്ളതാണ്. 90 ദിവസം കഴിഞ്ഞ പ്രതിയാണ് താൻ. തനിക്ക് ഇനിയും കുറ്റപത്രം സമർപ്പിക്കാൻ സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു. കോടതി ഈ വാദം പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട SITയുടെ വാദങ്ങൾ കൂടി കണക്കിലെടുക്കണം എന്നുള്ളതാണ് കോടതി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചപ്പോൾ പ്രധാനമായും പറഞ്ഞത്. ഇതിനുശേഷം വിശദമായ വാദം ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷം ഇരു വിഭാഗത്തിന്റെയും വാദം പൂർത്തിയായതോടെയാണ് ഈ കേസിൽ വിധി പറയാനായി നാളത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ 11 മണിക്ക് തന്നെ കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ വിധി പ്രസ്താവന നടത്തും. സ്വാഭാവികമായും ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യമായി ജാമ്യം ലഭിക്കുന്ന വ്യക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറും. കാരണം ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് SIT പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ കോടതിക്ക് മുമ്പാകെ ജാമ്യാപേക്ഷയുമായി എത്തിയതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ SITയുടെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ടാണ് നേരത്തെ കോടതി ജാമ്യം നൽകാത്തത്. പക്ഷേ ഇപ്പോൾ 90 ദിവസം കഴിയുന്നു അറസ്റ്റിലായ ശേഷം. അതുകൊണ്ട് ഇനി സ്വാഭാവിക നീതി അയാൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് കോടതി എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് ആ ജാമ്യത്തിലേക്ക് പോകും. പക്ഷേ കട്ടളപ്പാളി കേസിൽ റിമാൻഡിലായി കഴിയുന്ന പ്രതിയായതിനാൽ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. കർശനമായ ജാമ്യം നൽകിയാൽ കർശനമായ ജാമ്യ വ്യവസ്ഥ കൂടി വെക്കണം എന്ന ആവശ്യം കൂടി പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇന്ന് പ്രോസിക്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടതാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രവേശിക്കുവാൻ പോലും അനുമതി നൽകരുതെന്ന വാദം കൂടി പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് സിനുരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ വലിയ രീതിയിൽ സ്വർണം നഷ്ടമായ ഒരു കേസാണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ, ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ അതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടി ഒരു ഉയർന്ന തുക വേണം എന്ന ആവശ്യം കൂടിയാണ് പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ചത്. എന്തായാലും കോടതി ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും നാളെ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക. എന്തായാലും വിധി പ്രസ്താവം നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട SIT മുന്നോട്ട് വെച്ച വാദങ്ങൾ, അതിന് കോടതി കണ്ടെത്തിയ വിലയിരുത്തൽ, അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് എന്നിവ വിവരിച്ചുകൊണ്ടായിരിക്കും ഈ കേസിൽ ഒരുപക്ഷെ വിധി പ്രസ്താവം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ വിധി പ്രസ്താവത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരാൻ ഇടയുണ്ട്.
അരുണെ, അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്ന് SITക്കെതിരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായും നിയമപരമായും നിലനിൽക്കുന്ന ഒന്നാണ്. ഇതിൽ പ്രോസിക്യൂഷന്റെ പ്രതികരണം എന്തായിരുന്നു? പ്രോസിക്യൂഷൻ ഏത് രീതിയിലാണ് ഈ കാര്യത്തിൽ ഇന്ന് വാദമുന്നയിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ അത് ഈ 90 ദിവസമായി സ്വാഭാവികമായ നീതി തനിക്ക് വേണം, തനിക്ക് ജാമ്യം ലഭിക്കണം, അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനാണ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ഇതിനെ പൂർണ്ണമായി എതിർത്തില്ല. പകരം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തങ്ങളുടെ പക്കലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതായത് ഈ തന്ത്രിയെ ഇതുവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരവധി പേരുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ തന്ത്രി. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ, ഇൻട്രീം ഒരു കുറ്റപത്രം അവിടെ സമർപ്പിക്കാൻ കഴിയില്ല, ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ രീതിയിലുള്ള കുറ്റപത്രം തയ്യാറാക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതിന് ചില തുണ്ടിമുതലുകൾ കണ്ടെത്തുന്നുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഓൺഗോയിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇത് പൂർത്തിയായാൽ മാത്രമേ കുറ്റപത്രത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് 2 ആഴ്ച കൊണ്ട് പൂർത്തിയാകുന്ന പ്രോസസ്സാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട എത്രയും വേഗത്തിൽ കുറ്റപത്രം കോടതിക്ക് മുമ്പാകെ എത്തിക്കും എന്നുള്ള ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും വിധി. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.